ജീവിത പങ്കാളി, അതിനെക്കുറിച്ച് പറഞ്ഞാലോ? അതിനെക്കുറിച്ച് ആദ്യമേ പറയണമെങ്കിൽ ശിവനെക്കുറിച്ച് പറയണം. ശിവനെക്കുറിച്ച് എന്തിനാണ് ഇവിടെ പറയുന്നതെന്ന് ചോദിക്കും. ശിവനാണ് കുടുംബജീവിതത്തിലെ ഏറ്റവും ഒത്തിരി കാര്യങ്ങൾ ശിവൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. ശിവൻ എന്ന ഭർത്താവ് ഒരു വ്യക്തിയായിട്ട് കാണുമ്പം ആ ഭർത്താവിനെ അനുസരിക്കാതെ പോയ സതി തൻ്റെ വീട്ടിൽ വല്ല അധികാരത്തിൽ ചെന്നപ്പം വീട്ടുകാർ അവളെ പുച്ഛിച്ചതിൻ്റെ പേരിൽ തിരിച്ച് ഭർത്താവിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാത്തതിൻ്റെ രീതിയിൽ സ്വയം ഹോമകുണ്ടത്തിൽ ഭസ്മമായവൾ. അപ്പോൾ ശിവൻ എന്തെടുത്തു? അവൾ പോയില്ലേ, അന്ന് ഞാൻ വേറെ പോയി കെട്ടിയാക്കാതെ പറഞ്ഞ് കെട്ടിയിട്ടൊന്നുമില്ല. പോയി തപസ്സിരുന്നു കാലങ്ങളോളം, യുഗങ്ങളോളം. പാർവതി പുനർജനിച്ചു ഒത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെയും ശിവന് കെട്ടിയത് തന്നെ. ഹിന്ദു പുരാണം എനിക്ക് അങ്ങനെ ആയിരിക്കണം, ഞാൻ വായിച്ചിരിക്കുന്ന അങ്ങനെ കേട്ടോ, ഞാൻ കേട്ടറിവ് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ശിവൻ ഇത്രയുമായപ്പോൾ ശിവൻ ഒരു മഹാവ്യക്തി എൻ്റെ രീതിയിൽ ഞാൻ ആരാധിക്കുന്നതൊന്നുമല്ല, റെസ്പെക്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനായിട്ടേ ഞാൻ ശിവനെ കാണത്തുള്ളൂ. എൻ്റെ ഗുരുനാഥനായിട്ടും ചിലപ്പം കാണും. കാരണം അദ്ദേഹം ഒരു രൂപം സൃഷ്ടിച്ചിട്ടുണ്ട്, അർദ്ധനാരീശ്വരി രൂപം. പകുതി ശിവൻ പകുതി പാർവതി. എന്നാൽ എൻ്റെ പൊരുളെന്നറിയാമോ? പണ്ട് ഖുർആനിലെ കഥ ഇനി പറയാം, അതും ബൈബിളിൽ തന്നെ. കളിമണ്ണുകൊണ്ട് ആദത്തെ സൃഷ്ടിച്ചപ്പം തീ കൊണ്ട് ജനിച്ച് സൃഷ്ടിച്ച മലക്കുകൾ എതിർത്തു. മലക്കുകളെ ഉസ്താദ്, മണ്ണ് കൊണ്ട് ജനിച്ച ഇവനെന്തിനാ ഞാൻ ബഹുമാനിക്കേണ്ടത്? ഞാൻ തീ കൊണ്ടല്ലേ സൃഷ്ടിച്ചത്. തീ കൊണ്ട് സൃഷ്ടിച്ച മലക്കുകളെ ഉസ്താദ്, അറിവിൻ്റെ ലോകം, ഞാൻ ഇങ്ങനെ ബഹുമാനിക്കുകയല്ല. അന്ന് ദൈവം ചവിട്ടിപ്പുറത്താക്കി. അന്നാണ് ഭൂമി തെറ്റായ ചെകുത്താനുണ്ടായത്. അപ്പം ആദ്യത്തെ സൃഷ്ടിച്ചു. ആദ്യത്തിൻ്റെ ഒറ്റപ്പെടൽ ദൈവത്തിന് തന്നെ സഹിക്കാൻ പറ്റിയില്ല കേട്ടോ. സർവ്വസൃഷ്ടാവായ അള്ളാഹുവിന് സഹിക്കാൻ പറ്റാത്തപ്പം അള്ളാഹു എന്തെടുത്തു? പുള്ളി ഉറങ്ങിയപ്പം പുള്ളിയുടെ വാരിയിൽ നിന്ന് ഒരു രൂപം സൃഷ്ടിച്ചു. അന്ന് അള്ളാഹുവിന് അന്ന് മണ്ണ് കൊണ്ട് തന്നെ അടുത്തൊരു പെണ്ണിനെയും കൂടെ സൃഷ്ടിച്ചിട്ട് അങ്ങേർക്ക് ഭാര്യയായിട്ട് കൊടുത്താൽ പോരെ. അതല്ല ചെയ്തത്. വാരിയിൽ നിന്ന് പെണ്ണിനെ സൃഷ്ടിച്ച് അവൾക്ക് ഇണയാക്കി. അതാണ് ഔവ. കാരണം അപ്പം ശിവൻ കാണിച്ച നിർമാർഗം എന്തുവാ? ഇത് മുസ്ലിം മനുഷ്യകുലം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു കഥയാണ്. അത് മറന്നുപോയപ്പോൾ ശിവൻ കാണിച്ചൊരു വഴിയാണ് അർദ്ധനാരീശ്വരം. ഭാര്യയും ഭർത്താവും ഒന്നാന്ന് സൃഷ്ടിക്കുന്നത് അതൊരു ഭാഗമാണെന്നും പറഞ്ഞു. പക്ഷെ ആ ഭാര്യയിലേക്ക് നമുക്ക് പലരും ഫ്രീഡം കൊടുക്കാറുണ്ടോ? എൻ്റെ ലൈഫ് ആ കാര്യത്തിൽ സക്സസ്ഫുൾ ഫെയിലിയറാണ്. ഫെയിലിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിനെ കൂട്ടിലിട്ട് വളർത്തരുത് എന്നുള്ള ചിന്തയുള്ള കാരണം കേട്ടോ. ഞാനത് പറയാൻ അർഹനല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വാക്ക് ഉപയോഗിച്ചത്. പക്ഷേ ഞാൻ എൻ്റെ യാത്രയിൽ കുറച്ച് പക്വതയും ബോധമൊക്കെ വന്ന സമയമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം പലരും പറയും, ഭാര്യമാർക്ക് അധികം ഫ്രീഡം ഒന്നും കൊടുക്കരുത്, വീട്ടിൽ അടിമയായിരിക്കണം, കൊച്ചുങ്ങളെ പ്രസവിച്ച് കൂട്ടാനും പിന്നെ എന്തു പറയുന്നത് തുണി അലക്കാനും അടിമപ്പണി ചെയ്യാനും. അങ്ങനെ ഒരു ചിന്താഗതിയിലേക്ക് ഇപ്പം പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അതല്ല. നമുക്കൊരു വീഴ്ച വരുമ്പം ഒരിക്കലും നമ്മളുണ്ടാക്കിയ മക്കളൊന്നും കാണത്തൊന്നുമില്ല, ഭാര്യയെ കാണത്തുള്ളൂ. ഭാര്യ ഉള്ളപ്പം ഭാര്യയുടെ വില അറിയണം, അവരെ അതേപോലെ സ്നേഹിക്കണം. കാരണം 60 വയസ്സായാലും ഭാര്യയായിട്ട് കറങ്ങാൻ പോവാം, 25-ാമത്തെ വയസ്സിലും ഭാര്യയായിട്ട് കറങ്ങാൻ പോവാം. അതൊക്കെ നമുക്ക് നല്ല നല്ല നിമിഷങ്ങളാണ് തരുന്നത്. കാരണം ഒരിക്കലും കൂട്ടിലിട്ട പക്ഷിയെപ്പോലെ ഭാര്യനെ വളർത്തിയിട്ട് ഒരു കാര്യമില്ല. സ്നേഹം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമ്പം തിരിച്ചു തരുന്ന സ്നേഹവും കപടമായി സ്നേഹിക്കുമ്പോൾ കപടമായിട്ട് തരുന്ന സ്നേഹവും അത് രണ്ടും രണ്ടാണ്. കാരണം മനസ്സിന് സന്തോഷത്തോടെ തരുന്ന ഭക്ഷണത്തിന്, പാചകം ചെയ്ത് തരുന്ന ഭക്ഷണത്തിന് ഒരിടത്തും തരാൻ പറ്റാത്തൊരു രുചി കാണും. അന്ന് ആർക്കാ വേണ്ടി ഉണ്ടാക്കി തരുന്ന ഭക്ഷണം അപ്പം വായിലും പോലും വെക്കാൻ കൊള്ളത്തില്ല. കാരണം ജീവിത പങ്കാളിയെ എപ്പോഴും ഹാപ്പിയായിട്ട് നോക്കുക. കാരണം ഒരാൾക്ക് വേണ്ടി മാറാൻ പറ്റത്തില്ല കേട്ടോ, മാറ്റാനും ഒക്കത്തില്ല. പലപ്പോഴും നല്ല ഭാര്യ ഭർത്താക്കന്മാരാരാന്നറിയാം ഭൂമിയിലെ? നല്ല നടനും നടിമാരുമാണ് ഭൂരിപക്ഷം പേര്. അല്ലെന്ന് ചങ്കി പിടിച്ച് പറയാനൊക്കെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാവുന്നവരാ ഭാര്യയും ഭർത്താക്കന്മാരും. സിനിമയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മമ്മൂട്ടിനെയും മോഹൻലാലിനെയും രജനീകാന്തിനേക്കാളും സൂപ്പറായിട്ട് അഭിനയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇപ്പോഴും ഉണ്ട്. പരസ്പരം പറ്റിച്ച്, പക്ഷെ പരസ്പരം സ്നേഹിച്ച് പോകുന്നവരും ഉണ്ട് കേട്ടോ. കാരണം ഈ കാലം എൻ്റെ തലയിലായില്ലേ, ഇനി ജീവിച്ച് പോയാൽ പോരെന്നും പറഞ്ഞ് ജീവിക്കുന്നവരാ പലരും. അറിഞ്ഞൊന്ന് സ്നേഹിച്ച് പരസ്പരം മനസ്സിലാക്കി ഒന്ന് ജീവിച്ചു നോക്ക്. ലോകത്തൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലായിരിക്കും. ആ സ്വർഗം തോടി ഞാനീ യാത്ര ചെയ്തു. പക്ഷേ
എൻ്റെ സ്വർഗം വേറെയാണെന്ന് മനസ്സിലാക്കി ഭ്രാന്തനായി ഞാൻ ഭ്രാന്തൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നു ഇന്നും എന്നും. ശരി എന്നാൽ.